വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബേക്കിംഗ് ക്ലാസ്സിൻ്റെ പാർട്ട് 3 ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് കേക്കിൻ്റെ ലെയേഴ്സ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ പാർട്ട് 2ൽ ഞാൻ വെനില സ്പോഞ്ചിൻ്റെ റെസിപ്പി ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്യുന്നത് ഫ്ലോപ്പ് ആവുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിത് കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചൂടോടെ തന്നെ എടുക്കരുത്, നമുക്ക് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കേക്ക് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ സൈഡ് ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ വിടിയിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റായിട്ട് ഡീമോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. ചെറിയൊരു ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ കേക്കിൻ്റെ ക്രംസ് ഇളകാനും പിന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാനും പറ്റാത്ത സാഹചര്യം വരും. ഇതായിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. ഇനി ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ലെയേഴ്സായിട്ട് കട്ട് ചെയ്യുന്ന എടുക്കുന്നതെന്ന് നോക്കാം. ഇത് വലിയ ഹൈറ്റിലുള്ള കേക്കൊന്നുമല്ല, എന്നാലും നമുക്കിത് 3 ലെയേഴ്സായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ടേണിംഗ് ടേബിളിൻ്റെ പുറത്താണ് കേക്ക് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും മുകളിൽ വെച്ച് കൊടുക്കണം. ടേണിംഗ് ടേബിളാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു നൈഫാണ് കേട്ടോ. ഇത് ബ്രെഡ് നൈഫ് എന്ന് പറയും. ബ്രെഡ് നൈഫ് എന്ന് പറഞ്ഞിട്ട് ബേക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ഞാനിപ്പോൾ കിച്ചൺ എക്സ്പേർട്ടിൻ്റെ സൂപ്പർ ഡോൾ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിലുള്ള നൈഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇതുണ്ടല്ലോ സൈഡ് ഇങ്ങനെ മുള്ളു പോലെ ഉണ്ടാവും. ഈ ഒരു നൈഫ് വെച്ചിട്ടാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് കേക്ക്. അപ്പോൾ ഞാൻ ബേക്കിംഗ് ക്ലാസ്സിൽ എന്തൊക്കെ വേണമെന്ന് ഫസ്റ്റ് പാർട്ട് 1 ഇട്ടപ്പോൾ ഈ ഒരു നൈഫ് എനിക്ക് കാണിക്കാൻ വിട്ടുപോയതായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ മുകൾ ഭാഗം പൊന്തി വന്നിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അത് ആ പൊങ്ങി വന്നിട്ടുള്ള ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാ കണ്ടില്ല, ഒരുപാടൊന്നും കട്ട് ചെയ്തെടുക്കുന്നില്ല. ആ പൊങ്ങിയിട്ടുള്ള ഭാഗം മാത്രമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അതിപ്പം മുകളിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് റിമൂവ് ചെയ്യാം. ഇത്രയും മാത്രമേ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല, അത്ര മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമ്മൾ കൈ ഇതുപോലെ കേക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ കത്തി ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു മാർക്ക് പോലെ ആക്കുക. റൊട്ടേറ്റ് ചെയ്തിട്ട് മുകളിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സൈഡ് മാത്രം ഇങ്ങനെ മാർക്ക് പോലെ ആക്കിയിട്ട് റൊട്ടേറ്റ് ചെയ്ത് വരിക. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, മിഡിലോട്ട് നൈഫ് പോയിട്ടില്ല, സൈഡ് മാത്രമേ എല്ലാ ഭാഗത്തെയും സൈഡ് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ഭാഗത്തെയും സൈഡ് ആയതിനു ശേഷം നമുക്കിങ്ങനെ മിഡിലോട്ട് മെല്ലെ കത്തി വിടാം. അപ്പോൾ കത്തിയുടെ അപ്പുറത്തെ ഭാഗം കേക്കിൻ്റെ പുറത്തായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ക്രംസ് ഒന്നും ഇല്ലാണ്ട് തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ. ഇനി നമുക്ക് സെക്കൻഡ് ലെയറും കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും സ്ലോ ആയിട്ട് കട്ട് ചെയ്യണ്ട കേട്ടോ. ഇത്രയും സ്ലോ ആയിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്രംസ് ഇടുക. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഭയങ്കര സ്ലോ ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് ലെയർ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ക്രംസ് ഇളകിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ക്രംസ് ഇളകിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ആയതുകൊണ്ടാണ് ക്രംസ് ഇളകുന്നത്. ഇതും അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ അതേ മെത്തേഡിൽ തന്നെ സൈഡ് മാത്രം ആദ്യം ഇതുപോലെ കത്തി മെല്ലെ ഇങ്ങനെ ഒരേ അളവിൽ റൊട്ടേറ്റ് ചെയ്ത് വരിക. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് എല്ലായിടത്തും ഒരേപോലെ കട്ടായി കിട്ടുള്ളൂ. പിന്നെ ഇതിന് ചുറ്റും ഇങ്ങനെ മുറി വീണു എന്നറിഞ്ഞതിന് ശേഷം മിഡിലോട്ട് കത്തി മെല്ലെ ഓടിക്കുക. എന്നിട്ട് ഇതുപോലെ എടുക്കുക. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ലെയേഴ്സ് കിട്ടും. ഇപ്പം ഞാനിത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് സ്ലോയിൽ കട്ട് ചെയ്ത് പോയതുകൊണ്ടാണ് ഇത്രയെങ്കിലും ക്രംസ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത്രയൊന്നും ക്രംസ് വരില്ല കേട്ടോ. നിങ്ങൾ കുറച്ച് സ്പീഡിൽ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് പോയാൽ മതി. ഇപ്പോൾ സെക്കൻഡ് ലെയറും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ തേർഡ് ലെയർ ഓൾറെഡി കട്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വരുന്ന ക്രംസൊക്കെ ഒന്ന് മാറ്റിയാൽ മതി. ഇപ്പോൾ ക്രംസൊന്നും അങ്ങനെ വരില്ല കേട്ടോ, ഞാൻ പറഞ്ഞ പോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ ക്രംസൊന്നും അങ്ങനെ വരില്ല. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാനുള്ളത്. ആദ്യം നമുക്ക് ആ ഒരു കത്തി വേണം, പിന്നെ ടേണിംഗ് ടേബിളിൻ്റെ പുറത്തോട്ട് കേക്ക് വെക്കണം, കൈ കേക്കിൻ്റെ മുകളിൽ വെക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞ മെത്തേഡിൽ കട്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്താ കണ്ടില്ലേ, ഇപ്പോൾ വലിയ ഹൈറ്റുള്ള കേക്ക് ആയിരുന്നില്ല നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, 8 ഇഞ്ചിൻ്റെ പാനൽ ചെയ്ത കേക്കായിരുന്നു. എന്നിട്ട് നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് നമുക്ക് 4 ലെയേഴ്സായിട്ടും കട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാനിപ്പം 1 kg കൂടുതലായിട്ടും 3 ലെയേഴ്സായിട്ടല്ലേ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ലെയേഴ്സ് ആയിട്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ.
അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഫ്ലോപ്പായി പോവില്ല എന്നും വിചാരിക്കുന്നു ഞാൻ ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ. പിന്നെ നമുക്ക് ഈ ഒരു കത്തി മസ്റ്റായിട്ട് വേണം കേട്ടോ. നമ്മൾ സാധാരണ കിച്ചൺ നൈഫ് വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്താൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഈ ഒരു നൈഫ് നിങ്ങൾ എന്തായാലും വാങ്ങിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ലെയേഴ്സ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ പാർട്ട് 3യും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ, താങ്ക് യു.